All, welcome to Commerce Bytes. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ we have completed 10 points of how to effectively manage classroom communication. ക്ലാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എന്ന ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 10 പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി കവർ ചെയ്തു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു വൈൽ പ്രിപ്പയറിങ് യുവർ കേരള സെറ്റിൻ്റെ എക്സാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറേ അധികം പോയിൻറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പീപ്പിൾ ഹാവ് ഡെഫിനറ്റ്ലി ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റൈറ്റ്? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള കുറേ അധികം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ടു നോ ദ ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഞാനിപ്പോൾ ഇനി 9 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു 9 പോയിൻറ്റ്സ് കൊണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആർ സെഷൻ. പോയിൻറ്റ് നമ്പർ 11, ദാറ്റ് ഈസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ലെറ്റ് ദ സ്റ്റുഡൻസ് ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. അതായത് കുട്ടികൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് ഞാൻ പോയിന്റിൽ സ്പെസിഫൈ ചെയ്തു. ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പോയിൻറ്റ് നമ്പർ 11, ദാറ്റ് ഈസ് ആസ്ക് ക്വസ്റ്റ്യൻസ്. കുട്ടികൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു, റൈറ്റ്? ഇൻ പോയിൻറ്റ് നമ്പർ 8. അതുപോലെ തന്നെ നമ്മളും കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ കുട്ടികൾക്ക് എത്രത്തോളമാണ് നമ്മളെടുത്ത ആ ടോപ്പിക്ക് മനസ്സിലായോ, എത്രത്തോളം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ലേ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 ഐഡിയാസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഒന്ന്, നമുക്ക് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനോട് പറയാം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് അറിയുന്നത്. ഇപ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ പറ്റി കുട്ടികൾക്ക് എന്താണ് അറിയണേ എന്ന് ആദ്യം നമ്മൾ ആ കുട്ടികളോട് ചോദിക്കാം. അതല്ലെങ്കിൽ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസ്സിൽ വന്ന് കുറച്ചൊന്ന് റിലാക്സ് ഒക്കെ ആയി കഴിഞ്ഞു നമ്മളൊരു ടോപ്പിക് എടുക്കാൻ പോവുകയാണ്. ടോപ്പിക് എടുക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് കുട്ടികളോട് പറയാം അറ്റ് ദ എൻഡ് ഒരു 5 to 10 മിനിറ്റ്സിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടെ നല്ല അറ്റൻറ്റീവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ അറ്റ് ദ എൻഡ് മാം എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ എനിക്ക് എന്തായാലും ആൻസർ പറയണം, ഇല്ലെങ്കിൽ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും. ആ ഒരു കാരണം കൊണ്ടും കുട്ടികൾ അറ്റൻഡ് ചെയ്തിരിക്കാൻ തുടങ്ങും. അണ്ടർസ്റ്റുഡ്? സോ അപ്പോൾ നമുക്കൊരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ക്ലാസ് റൂമിൽ. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും കുട്ടികൾ ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ കുട്ടികൾ നല്ല ആക്റ്റീവായിരിക്കും, നല്ല ഇൻട്രസ്റ്റോടു കൂടി ഒരു ലേസിനെസ് ഇല്ലാതെ അവർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. കാരണം അറ്റ് ദ എൻഡ് ദ ക്വസ്റ്റ്യൻ മേ ബി റൈസ്ഡ്. ഓക്കെ, അതൊക്കെ കൊണ്ട് കുട്ടികൾ എന്തായാലും ക്ലാസ് നല്ല അറ്റൻറ്റീവായിട്ടിരിക്കും. സോ ആസ്ക് ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ്റെ നല്ലൊരു എഫക്റ്റീവ് ടെക്നിക്കാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, പോയിൻറ്റ് നമ്പർ 12, ദാറ്റ് ഈസ് motivate students. The teacher should always make sure that the classroom communication is motivating. ഓക്കെ, നമ്മളെപ്പോഴും നീ അല്ലെങ്കിലും അതെ നീ ഇങ്ങനെ പോവുള്ളൂ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്കുകളോ, അല്ലെങ്കിൽ കുട്ടികളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലോ, ഇല്ലെങ്കിൽ അവരുടെ ടാലൻസിന് കഴിവില്ല എന്ന് പറയുന്നത് നമ്മൾ തീർത്തും ഒഴിവാക്കണം. നമ്മളുടെ ക്ലാസ് എപ്പോഴും ആ കുട്ടികൾക്ക് ഒരു പ്രചോദനമായിരിക്കണം, ഒരു മോട്ടിവേറ്റിംഗ് ക്ലാസ് ആയിരിക്കണം. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ തംബ്നെയിൽ എപ്പോഴും സ്പെസിഫൈ ചെയ്യും നിങ്ങൾ സെറ്റ് ഉറപ്പിച്ചോ, നിങ്ങൾക്ക് സെറ്റ് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, എനിക്ക് എന്തായാലും സെറ്റ് കിട്ടും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും ആ ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ. അപ്പം നമ്മൾക്ക് ഒരു ഫീലുണ്ടാവും, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഞാൻ ഈ വീഡിയോ കണ്ട് എനിക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും സെറ്റ് കിട്ടും. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് വേണം. ഓക്കെ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സെറ്റ് എക്സാം പാസ്സായി എന്നുള്ള ഒരു ഹാപ്പിനെസ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി ആ ഒരു മൊമെൻറ്റ്,
ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങളെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു ഹാർഡ് വർക്കിലൂടെയാണ് നമ്മളുടെ കേരള സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തു എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഓൾവേസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. നെക്സ്റ്റ് പോയിൻറ്റ്, പ്ലാൻ ദ ക്ലാസ് റൂം ആക്ടിവിറ്റി. ഈ പ്ലാൻ ദ ക്ലാസ് റൂം ആക്ടിവിറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ, ആസ് ഇഫ് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ടല്ല ഏതൊക്കെ ടോപ്പിക്കുകൾ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി തന്നെ തീരുമാനങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് യൂസ് ചെയ്യാനുള്ള ടീച്ചിങ് എയ്ഡ്സ്, ഇപ്പോൾ വല്ല ചാർട്ട് കാണിക്കാനുണ്ടെങ്കിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ആക്ടിവിറ്റി, ഇപ്പോൾ ഡിസ്കഷനാണോ ഇല്ലെങ്കിൽ ഡിബേറ്റാണോ, അതുപോലെയുള്ള എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കണം. അല്ലാതെ ക്ലാസ് റൂമിൽ ചെന്നിട്ട് ഓൾ ഓഫ് എ സഡൻ അല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സോ ദ നെക്സ്റ്റ് പോയിൻറ്റ് ഇസ് ഡു നോട്ട് ടോളറേറ്റ് ബാഡ് ബിഹേവിയർ. ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡു നോട്ട് ടോളറേറ്റ് ബാഡ് ബിഹേവിയർ. നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറായിരിക്കും. നമ്മളോട് എന്ത് പ്രോബ്ലംസ് വേണമെങ്കിലും അവർക്ക് ഡിസ്കസ് ചെയ്യാം, അതിനുള്ള റിലീഫ് നമ്മൾ കണ്ടെത്തും. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ടീച്ചറാണ്. ഓക്കെ, അതെല്ലാം ഒരു സൈഡിൽ. പക്ഷേ നമ്മളുടെ ക്ലാസ് റൂമിൽ വെച്ച് ബാഡ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന കുട്ടികളെ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹാർഷായിട്ടുള്ള ഒരു ഇടപെടലല്ല. പകരം ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ടോളറേറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോൾ ഓക്കെ, ആ സ്റ്റുഡൻസ് വിചാരിക്കും ഓക്കെ, ഈ മാമിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, മാം മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നേ ചിന്തിക്കുള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിക്കാനൊരു അവസരം നമ്മൾ കൊടുക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർപ്പസ് ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നിങ്ങളോട് ഫ്രം ദ സ്റ്റാർട്ടിങ് ക്ലാസ്സസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ടീച്ചർ എന്നുള്ളത്, ആ ഒരു ടീച്ചറിൻ്റെ മെയിനായിട്ടുള്ള ഒരു കടമ എന്ന് പറയുന്നത് ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ബാഡ് ബിഹേവിയറിനെ എൻകറേജ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അതെന്തെങ്കിലും കാണിക്കട്ടെ അങ്ങനെ ഒരു മൈൻഡേ ചെയ്യരുത്. നമ്മൾ ആ കുട്ടീനെ കറക്റ്റ് ചെയ്യാനുള്ളിടത്ത് കറക്റ്റ് തന്നെ ചെയ്യണം. അത് ഇപ്പോൾ പണിഷ്മെൻ്റ് ആണെങ്കിൽ പണിഷ്മെൻറ്റ്, അത് വളരെ ഹൈ ലെവലിലുള്ള പണിഷ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ നമ്മൾക്ക് ആ ഒരു ബാഡ് ബിഹേവിയർ, എന്താണോ ആ കുട്ടി ചെയ്ത ബാഡ് ബിഹേവിയർ, ആ ബാഡ് ബിഹേവിയർ വെച്ചിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് നമ്മളെന്തായാലും കൊടുക്കണം. എന്നാലേ ആ കുട്ടികൾ നന്നാവുള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ ആ ഒരു പോം വഴി. ഓക്കെ, പോയിൻറ്റ് നമ്പർ 15, ദാറ്റ് ഈസ് ഗീവ് സ്റ്റുഡൻസ് ചോയ്സ്. കുട്ടികൾക്ക് എപ്പോഴും ഒരു ചാൻസ് കൊടുക്കുക, ഒരു ചോയ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു രീതിയാണ് ടു മേക്ക് ആ ക്ലാസ് മോർ എഫക്റ്റീവ്. ഓക്കെ, സോ നമ്മൾ ആ കുട്ടികളോട് ചോദിക്കാം, നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണോ അഥവാ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ടൈം തന്നോ? അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാവും. ഓക്കെ, ഞങ്ങളെയും ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ഇവിടെ മാം താല്പര്യം കൊടുക്കുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാവും. ഓക്കെ, ജസ്റ്റ് ട്രൈ വെൻ യു ബിക്കം എ ഫ്യൂച്ചർ ടീച്ചർ. So for that, you people should do that. Try harder and harder for cracking your Kerala SIT exam. Moving to the point 16, that is respect. റെസ്പെക്റ്റ് എന്നൊരു ആസ്പെക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, മാതാപിതാ ഗുരു ദൈവം. അതായത് മാതാവും പിതാവും കഴിഞ്ഞ ഗുരു ദൈവം എന്നുള്ളതാണ്. സോ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസിനെയും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു കുട്ടിക്ക് അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ടാലൻറ്റുകളുണ്ട്, കഴിവുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ പറയാറുള്ളത്. സോ നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കൂ, ഓട്ടോമാറ്റിക്കലി അവരും നമുക്ക് തരും. ദാറ്റ്സ് ദ പോയിൻറ്റ് 16. Moving to point 17, that is use different techniques and aids to break monotony of lecture. അതായത് നമ്മൾ വെറുതെ എല്ലാ ദിവസവും ചെല്ലുക, ലെക്ചർ എടുക്കുക, പോവുക, പിന്നെയും പിറ്റേ ദിവസം ചെല്ലുക, ലെക്ചർ എടുക്കുക, പോവുക. ഈ ഒരു മോണോട്ടോണി ശരിക്കും ബ്രേക്ക് ചെയ്യണം. പകരം നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ടീച്ചിങ് എയ്ഡ്സും ടീച്ചിങ് ടെക്നിക്സും പല രീതിയിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് ഡിബേറ്റ്സിന് പറ്റിയൊരു ടോപ്പിക്കാണെങ്കിൽ ഗോ ത്രൂ ദാറ്റ്.
ഡിബേറ്റ് ആക്കാം, അല്ലെങ്കിൽ ഡിസ്കഷൻ ആക്കാം, ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്ത് ഡിസ്കഷൻ ആക്കാം, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സ്ട്രോമിങ്. ഒരു ടോപ്പിക് ഇട്ട് കൊടുത്തു, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന എന്താണോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്താണോ അറിയുന്നത്, ദാറ്റ്സ് എ ടെക്നിക് ഓഫ് ബ്രെയിൻ സ്ട്രോമിങ്. അല്ലെങ്കിൽ റോൾ പ്ലേ നടത്തും. അങ്ങനെ പല രീതിയിൽ നമുക്ക് കുറേ ടെക്നിക്കുകളുണ്ട്. ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത ടെക്നിക്കുകൾ യൂസ് ചെയ്താണ് നിങ്ങൾ ടീച്ചിങ് പ്രോഗ്രാം, ഈ ഒരു ടീച്ചിങ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദാറ്റ് ഈസ് ഫോർ ട്രൂ, 100% ട്രൂ. ഓക്കെ, ഒരേ രീതിയിൽ ഒരേ മോണോട്ടോണസ് വേയിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ടെക്നിക്കുകളുണ്ട് നമ്മളുടെ മുന്നിൽ. ആ ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് വെരി എഫക്റ്റീവ്. വി ക്യാൻ ക്രിയേറ്റ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വൈൽ ദീസ് types of using different types of technique. Okay, moving to the 18th point, reinforce learning. റെയിൻഫോഴ്സ് ലേണിംഗ് ഞാൻ നേരത്തെ കൂട്ടി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു ബാലൻസ് കൂടിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു, നമ്മൾ ആ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് ആ കുട്ടികൾക്ക് അതിലെന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ വീണ്ടും ആ ഒരു ടോപ്പിക്ക് ഏതാണോ, ഇപ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ കുട്ടീനെ നമ്മൾ വിളിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല എന്നാണെങ്കിൽ we should be ready to explain the topic again without any problem. Okay, നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല മൈൻഡിൽ തന്നെ ആ ഒരു കുട്ടിക്ക് ആ ഒരു ടോപ്പിക്ക് രണ്ടാമത് എടുത്തു കൊടുക്കണം. ആസ് എ ടീച്ചർ നമ്മളുടെ ഏറ്റവും വലിയ ഒരു മെറിറ്റാണ് അത്. ഓക്കെ, പേഷ്യൻസ് ആണല്ലോ ഒരു ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ക്ഷമ. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ ഇവിടെയും ചെയ്യുന്നുള്ളൂ. ആ കുട്ടിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡൗട്ട് ക്ലിയർ ആവുന്നവരെ അതൊന്ന് പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ആ ഒരു കുട്ടിക്ക് അത് മനസ്സിലായി എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അതല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫോർ എൻ എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പോയിൻറ്റ് ഈസ് ആക്റ്റീവ് ലിസ്ണിംഗ്. ആക്റ്റീവ് ലിസ്ണിംഗ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എഫക്റ്റീവ് വേ ടു മാനേജ് ദ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു ആക്റ്റീവ് ലിസ്ണിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു ആക്റ്റീവ് ലിസ്ണിങ്ങിൽ നടക്കുന്നത്. സോ ആക്റ്റീവ് ലിസ്ണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഫോർ effectively managing the classroom communication. With this, we are concluding these topics, these points which we have covered today. We have covered how to effectively manage the classroom communication. അതിലെ 19 points നമ്മൾ കവർ ചെയ്തു. തൊട്ട് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതിലാണ് ബാലൻസ് 10 വീഡിയോസ് 10 പോയിൻറ്റ്സ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ദ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ബി ക്ലിയർ. സെക്കൻഡ്, കീപ്പ് ഇറ്റ് പ്രിസൈസ്. തേർഡ് വൺ, ടേക്ക് ആർട്ട്ഫുൾ പോസസ്. നെക്സ്റ്റ്, know your students. Fifth one, be humorous. Sixth, empathy and sympathy. Seventh point was promote equity, and the eighth one was let the students ask question. Next, encourage the student participation. The 10th point was understand the facial expression of the students. The 11th point, ask questions to the students. 12th, motivate the students. 13th, plan classroom activity in advance. 14th, do not tolerate bad behavior. 15th, give students choice. 16th, respect. 17th, use different techniques and aids to break the monotony of lecture. 18, reinforce learning, and the last one was active listening. I hope these 19 points are all clear to you. Here we are going to discuss one question. If a teacher who cannot control his class effectively should, അതായത് ഒരു ടീച്ചർക്ക് എഫക്റ്റീവായിട്ടൊരു ക്ലാസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 4 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓപ്ഷൻ എ, കണ്ടിന്യൂ ഹിസ് അപ്രോച്ച് ആസ് സച്ച്, അതുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന്. ഓപ്ഷൻ ബി, ലീവ് ദ ടീച്ചിങ് പ്രൊഫഷനെ വിട്ടു പോകണം എന്ന്. ഓപ്ഷൻ സി, ഇവാലുവേറ്റ് ഹിസ് ഓർ ഹർ സ്ട്രാറ്റജി ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. നമ്മളുടെ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിലെന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ. ആൻഡ് ഓപ്ഷൻ ഡി, പ്രൊവൈഡ് എ റിട്ടൺ മെറ്റീരിയൽ ആൻഡ് സ്റ്റാർട്ട് ഡിക്റ്റേറ്റിംഗ്.
നമ്മൾ ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാൻ. ഇതിൽ ഈ 4 ഓപ്ഷൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത്? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഇവാലുവേറ്റ് ഹർ സ്ട്രാറ്റജീസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. നമ്മൾ തോറ്റുമെടുത്ത് തിരിച്ചു പോയ ടീച്ചിങ് പ്രൊഫഷൻ വേണ്ടാന്ന് വയ്ക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട്സുകൾ എഴുതിയിട്ട് വെറുതെ വായിച്ചു കൊടുക്കാം, അതേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അപ്രോച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജി ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് കുട്ടികൾ പറയുന്നത്, അതിനെപ്പറ്റി നമ്മൾ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഇംപ്രൂവ് ചെയ്യണം. അവിടെയാണ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ സക്സസ് ആവുന്നത്. അണ്ടർസ്റ്റുഡ്? So with this note I am concluding. Okay, let's see in the next video. Till then, work hard and study well. That's all for now. Thank you.